വർഷം 1994. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ശക്തമായ സാന്നിധ്യത്തിന്റെയും സജീവതയുടെയും ചരിത്രമുറങ്ങുന്ന ഭൂമികയായി മാറിയ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട. കൃഷി, ചെറുകിട വ്യവസായങ്ങൾ, പ്രാദേശിക വ്യാപാരം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയായിരുന്നു അതിന്റെ നട്ടെല്ല്. റബ്ബർ, കുരുമുളക്, മറ്റ് സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ വിളകൾക്ക് പേരുകേട്ട പോലെ സാമൂഹിക, സാംസ്കാരിക, ധാർമ്മിക മേഖലകളിലും മതപരമായും ഐക്യം നിലനിന്നിരുന്ന ഈരാറ്റുപേട്ടയിലേക്ക് അർപ്പണബോധത്തോടെയും ദീർഘവീക്ഷണത്തോടെയും തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച യുവസംരംഭകരാണ് ശ്രീ അബ്ദുൽ ഖാദറും ഭാര്യ റൈഹാനത്തും. പലചരക്ക് കച്ചവടത്തിലൂടെ തുടങ്ങി മലയാളിയുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്തതും മലയാളി സംരംഭകരുടെ പ്രചോദനവുമായി അവർ പടുത്തുയർത്തിയ ബ്രാൻഡാണ് അജ്മി. അജ്മിയുടെ യാത്രയിൽ അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നില്ല. നിഴൽ പോലെ ബിസിനസിന്റെ വളർച്ചയിൽ ഭാര്യയും പഠനാനന്തരം 4 മക്കളും ചേർന്നു. ഈ കാലയളവിൽ തന്നെ കോട്ടയം ജില്ലയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അജ്മിയുടെ പ്രശസ്തി എത്തിച്ചേർന്നിരുന്നു. 2005 സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി അവതരിപ്പിക്കുന്നത്. അതോടെ കോട്ടയം ജില്ലയും കടന്ന് അജ്മിയുടെ രുചി കേരളം മുഴുവൻ ആസ്വദിച്ചു തുടങ്ങി. അനന്തരം 2 വർഷത്തിനുള്ളിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്ത ബ്രാൻഡുകളിലൊന്നായി അജ്മി മാറി എന്നതിലുപരി ഇന്ത്യയിലെ തിരക്കേറിയ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലേക്കും അജ്മിയുടെ ബിസിനസ് വിപുലീകരിക്കപ്പെട്ടു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി ആരംഭിച്ച 2010 കമ്പനിയുടെ വിപണന മൂല്യവും ബ്രേക്ക്ഫാസ്റ്റ് ഭക്ഷണ വിപണിയിലെ തങ്ങളുടെ അപ്രമാദിത്വവും അരക്കിട്ടുറപ്പിച്ചു. 2012 ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ മികച്ച സംരംഭകത്വത്തിനുള്ള ജില്ലാതല അവാർഡും കമ്പനി സ്വന്തമാക്കി. പിന്നീട് 6 വർഷത്തിനുള്ളിൽ അതിനൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ പ്രൊഡക്ഷനിൽ അടിമുടി മാറ്റം വരുത്തിയ അജ്മി ഫുള്ളി ഓട്ടോമാറ്റിക് ഫാക്ടറി ആവുകയും 2015 നവംബർ 19 അജ്മി ഫ്ലവർ മിൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഇൻകോർപ്പറേഷൻ ആവുകയും ചെയ്തു. ഏറ്റവും മികച്ച പുട്ടുപൊടിയിൽ മാർക്കറ്റിൽ എതിരാളികളെ പിന്തള്ളി മുന്നേറിയ കമ്പനി പതിയെ മറ്റു പ്രോഡക്റ്റുകളുടെ ഉൽപാദനത്തിലേക്കും തിരിഞ്ഞു. അതിനു മുന്നോടിയെന്നോണം 2019 കറി മസാലകളും സ്പൈസസും അവതരിപ്പിച്ചു. 2020 100 കോടി ടേൺഓവറിലേക്കെത്തിയ കമ്പനി ക്വാളിറ്റി കൺട്രോളിലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലും ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച് തങ്ങളുടെ പ്രവർത്തന തലം വ്യാപിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. ആ വർഷം തന്നെ SAP സോഫ്റ്റ്വെയർ കമ്പനിയിൽ പ്രവർത്തനക്ഷമമാക്കി. പിറ്റേ വർഷം അജ്മിയുടെ അമരക്കാരായ ശ്രീ അബ്ദുൽ ഖാദറിന്റെയും കുടുംബത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരമായ അജ്മി ചാരിറ്റബിൾ ട്രസ്റ്റ് നാടിനു വേണ്ടി സമർപ്പിച്ചു. ആ വർഷം തന്നെ കമ്പനിയിൽ വിവിധ തരം അരികൾ അവതരിപ്പിച്ച് വിതരണം തുടങ്ങുകയും 2023 അജ്മി അച്ചാറുകൾ, സ്നാക്സ്, ഫ്രോസൺ പ്രൊഡക്ട്സ് എന്നീ കാറ്റഗറികളും ലോഞ്ച് ചെയ്തു. 2024 ഏറ്റവും പുതിയ സ്വിസ് ടെക്നോളജിയിലൂടെ വികസിപ്പിച്ചെടുത്ത അജ്മി ആട്ട ക്വാളിറ്റിയിൽ ചരിത്രം തിരുത്തി. രുചിയിലും സോഫ്റ്റ്നെസ്സിലും ഗുണമേന്മയിലും വിശ്വാസ്യതയിലും ഒരിക്കൽ കൂടി ഗുണഭോക്താക്കളായ ജനലക്ഷങ്ങളെ അമ്പരപ്പെടുത്തി. കമ്പനിയുടെ വളർച്ചയിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഡീലേഴ്സ് മീറ്റ് പ്രശംസാർഹമായി. 2024 തന്നെ ജർമ്മനിയിലും UK-യിലും സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ ആരംഭിച്ച് യൂറോപ്പിലും സാന്നിധ്യമറിയിച്ചു. സാഹോദര്യ സൗഹൃദ ബന്ധങ്ങൾക്ക് ആക്കം കൂട്ടി 50,000 സ്ക്വയർ ഫീറ്റിൽ അജ്മി ഹയ കോർപ്പറേറ്റ് റെസിഡൻസ് 2024 യാഥാർത്ഥ്യമാക്കി. ഉപഭോക്താക്കളുടെ വിശ്വാസ്യത അമരക്കാരുടെ ആത്മവിശ്വാസം കൂട്ടി. ഏഷ്യ, യൂറോപ്പ് വൻകരകളിലായി 20 രാജ്യങ്ങളിലധികം വേരുകളുള്ള 1500-ലധികം ജീവനക്കാരുള്ള 200 ടണ്ണിനു മുകളിൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി നേടി 100-ലധികം ലോജിസ്റ്റിക്സ് ഫ്ലീറ്റുകളുള്ള 2024 400 കോടി ടേൺ ഓവർ ക്രോസ് ചെയ്ത ബിസിനസ് സാമ്രാജ്യമായി വളർന്ന അജ്മിയുടെ വിജയത്തിന് പിന്നിൽ ഒരു കഥയുണ്ട്. അരി ഉണക്കി പൊടിച്ചു തുടങ്ങി സ്വന്തം പലചരക്ക് കടയിൽ നാട്ടുകാരായ ഉപഭോക്താക്കൾക്ക് സ്നേഹവും വിശ്വാസവും ഗുണനിലവാരവും വിളമ്പിയ ഖാദർക്കിയുടെയും ഭാര്യ റഹിയാനത്തിന്റെയും കഥ. ഉപ്പയുടെ ചിറകിലൊതുങ്ങാതെ അജ്മിയുടെ രുചിയും ഗുണനിലവാരവും വാനോളമുയർത്താൻ അശ്രാന്ത പരിശ്രമം നടത്തിയ മക്കളായ ഫൈസലിന്റെയും അഫ്സലിന്റെയും നൌഫലിന്റെയും റാഷിദിന്റെയും കഥ.
ഈ കഥ അജ്മിയുടേതാണ്. ഓരോ മലയാളിയുടെ അടുക്കളയിലെയും രുചിയുടെ പിന്നിലുള്ള കഥ. വൈവിധ്യങ്ങളെ പ്രോത്സാഹിപ്പിച്ച മലയാളിയെ പകരം വയ്ക്കാനില്ലാത്ത ഗുണനിലവാരം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ കഥ. ലോകോത്തര നിലവാരവും പാരമ്പര്യവും രുചിക്കൂട്ടും മലയാളിക്ക് നൽകിയ അജ്മി ഇന്ന് 30ാം വർഷത്തിന്റെ നിറവിലാണ്. രുചി വൈവിധ്യങ്ങളുടെ മലയാളി ആത്മവിശ്വാസം. മലയാളിയുടെ സ്വന്തം അജ്മി.